ജോർജ് ഓമ്പച്ചാണ് എസ്റ്റേറ്റിന്റെ അന്നത്തെ ബ്രിട്ടീഷ്. ഏത് എസ്റ്റേറ്റിന്റെ? HML എസ്റ്റേറ്റിന്റെ മലയാളം കമ്പനി. അതെ അതെ. ഹാരിസൺസ് മലയാളം. ആള് ഇദ്ദേഹം വസൂരി പിടിച്ചിട്ടാണ് മരിച്ചത്. വസൂരി പിടിച്ച് മരിച്ചപ്പോ അന്നത്തെ വസൂരി എല്ലാവർക്കും പേടിയാണ്. 27ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 27ാമത്തെ വയസ്സിൽ അത് എനിക്ക് നോക്കിയാലും അറിയാം. അതെ അതെ അതെ. അപ്പൊ 27ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ കുതിരനും അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ അത് സ്വർണ്ണ ഇതൊക്കെ പറയല്, ആ പാത്രം ഇതൊക്കെ കൂട്ടിട്ട് ഇവിടെ അടക്കം ചെയ്തത്. അദ്ദേഹത്തിന്റെ കുതിരക്കൊട്ടായിരുന്ന പുത്തുമല സ്കൂളിൽ. കുതിരക്കൊട്ടായിന്നാണ് ഞാനൊക്കെ പഠിച്ച ആ കുതിരക്കൊട്ടായില്ല. അതെയോ? ഇപ്പൊ അത് ബിൽഡിംഗ് ആക്കി മാറ്റിയാലും ഇന്ന് സ്കൂൾ അവിടെ അല്ല, ഇപ്പൊ കാശ്മീരിലാണ് സ്കൂളുള്ളത്. കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാശ്മീർ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? നമ്മളിപ്പോ പോകുന്നത് നമ്മൾ ജഗ്വരന്റെ അവിടെ പോകുന്നുണ്ട്. ജഗ്വരന്റെ അവിടെ അതാ കോട കാശ്മീരിന്റെ രസം കാണുന്നത്. ആ കോട ഇങ്ങനെ പോകുന്നു, കണ്ടോ? അതെ അതെ അതെ. 6 മണി കഴിഞ്ഞാൽ നല്ല കോട വരും. 6 മണി കഴിഞ്ഞാൽ നല്ല കോട വരും. അപ്പോ ഇത് കാണിക്കാനാണ് ഇപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന് തോന്നുന്നുണ്ടല്ലേ? ജോർജ് പോമ്പച്ച്. അതെ അതെ, ജോർജ് പോമ്പച്ചിന്റെ ഈ ഒരു ശവകുടീരം കാണാൻ അല്ലേ, അങ്ങനെയല്ലേ പറയാ, കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വരെ വന്നത്. അപ്പൊ ഇനി നമ്മൾ എന്തായാലും നമ്മള് ഈ കാശ്മീരിന്റെ താഴ്വരയിലേക്ക് പോവുകയാണ് അല്ലേ? കാട്ടിൽ ഇറങ്ങിയ കൃഷ്ണേട്ടൻ്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് കേട്ടോ. അറിയാനുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കൃഷ്ണേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ ചേച്ചിയാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് അല്ലേ? കൃഷ്ണേട്ടൻ അടുത്തല്ലേ? സ്കൂട്ടറിൽ പോണ സമയത്ത് ആനയുടെ മുന്നിൽ ചെന്ന് വിട്ടു. സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ ആന ഇന്നലെയൊക്കെ വന്നിരുന്നു എന്ന് പറയുന്ന ആ വഴിയിലാണ് കേട്ടോ. ആ ആനയാണ് അതിലങ്ങനെ പോയിട്ട് ആ റോഡിൽ മെയിൻ റോഡിൽ നിന്ന് വെച്ചിട്ട് ആന അവരെ ആക്രമിച്ചത്. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ചെഗുവേര എന്ന് പറയുന്ന അല്ലേ, ശ്രീകുമാർ യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരുന്ന ഒരാളുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. ചെഗുവേര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് അവിടെ ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ പുത്തുമല ഉരുളുപൊട്ടിയതിൻ്റെ അടുത്ത് അല്ലേ?